إن الحمد لله نحمده تعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വാക്കിലും പ്രവൃത്തിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വ ഉള്ളവരായി രഹസ്യ പരസ്യ ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വന്തം ജീവനേക്കാൾ, മാതാപിതാക്കളെക്കാൾ, ദുനിയാവിൽ നമുക്കുള്ള എല്ലാ വസ്തുവകകളെക്കാളും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി തങ്ങളുടെ ജീവിതവും സമ്പത്തും സമയവും സമർപ്പിക്കുകയും അവിടുത്തെ കൂടെ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലവും തൃപ്തിയും കാംക്ഷിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരികളായി കഴിഞ്ഞുകൂടിയ മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന, ബദരീങ്ങളും ഉഹദീങ്ങളും അടങ്ങുന്ന മഹാരഥന്മാരായ സ്വഹാബത്ത്, ഇന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഇറച്ചി തിന്നാനും അവരുടെ സ്ഥാനം കുറച്ചു കാണിക്കാനും അവരെ കുറിച്ചുള്ള മുസ്ലിമീങ്ങളുടെ മനസ്സിലുള്ള ആദരവുകളും ബഹുമാനങ്ങളും ഇല്ലാതാക്കാനുമുള്ള മനഃപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആളുകളുടെ സംസാരങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ, ഏറ്റവും നല്ല ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ഒരേ ഒരു ഉത്തരം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാകുന്നു ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമമായ ആളുകൾ, ഏറ്റവും നല്ല ആളുകൾ. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി, അവർക്ക് മാതൃകയാകാൻ വേണ്ടി നിങ്ങളെ അള്ളാഹു പുറപ്പെടുവിച്ചിരിക്കുന്നു എന്ന്, നിങ്ങളെ അള്ളാഹു പുറത്തു കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആദ്യമായി ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടങ്ങുന്ന മഹാരഥന്മാരായ സഹാബത്താണ് എന്നതിൽ മുഫസ്സിറുകൾക്ക് ആശയക്കുഴപ്പമില്ല, സംശയമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉമ്മത്തിലെ ഏറ്റവും ഉത്തമന്മാർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മഹാന്മാരായ സ്വഹാബത്താണ്.
അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറു ഉമ്മത്തി ഖർനി, എൻ്റെ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമമായ തലമുറ അത് എൻ്റെ തലമുറയാണ്, അതായത് സഹാബത്തിന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ഏറ്റവും ഉത്തമന്മാർ അതിനുശേഷം കടന്നു വരുന്ന താബിഈകളും അത് കഴിഞ്ഞാൽ തബഉൽ അത്ബാഉമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ നദറ ഫീ ഖുലൂബി ഇബാദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. അപ്പോൾ ജനങ്ങളിൽ മുഴുവനും ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമയായി, ഏറ്റവും സംശുദ്ധമായ, ഏറ്റവും പവിത്രമായ, പരിശുദ്ധമായ ഹൃദയത്തിന്റെ ഉടമയായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അങ്ങനെ അല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ജനങ്ങളുടെ മാതൃകയായി കൊണ്ട് അല്ലാഹുവിന്റെ തിരുദൂതരായി, അന്ത്യദൂതരായി അല്ലാഹു തെരഞ്ഞെടുത്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും തന്റെ അടിമകളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി. അങ്ങനെ നോക്കിയപ്പോ ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്, തന്റെ എല്ലാ അടിമകളുടെയും ഹൃദയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഹൃദയങ്ങളുടെ ഉടമകളായി മഹാരഥന്മാരായ സ്വഹാബത്തിന്റെ ഹൃദയങ്ങളെ അല്ലാഹു കണ്ടെത്തുകയും ഫജഅലഹും വുസറാ നബിയ്യിഹി, തന്റെ പ്രവാചകന്റെ സഹായികളായി, അവിടുത്തെ കൂടെ നിൽക്കുന്ന അവിടുത്തെ അനുചരന്മാരായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ തിരഞ്ഞെടുത്തുവെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വദിത്തു, ഞാൻ ഇതാ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്റെ സഹോദരങ്ങളെ കാണാൻ എന്ന്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ താങ്കളുടെ സഹോദരങ്ങളല്ലേ, പിന്നെ വേറെ ആരെയാണ് നിങ്ങൾക്ക് കാണാൻ ഇത്ര ആഗ്രഹം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ അനുചരന്മാരാണ്, സഹാബത്താണ്. നിങ്ങൾക്ക് ശേഷം കടന്നു വരാനിരിക്കുന്ന മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, അവരാകുന്നു സഹാബി, എൻ്റെ സഹോദരന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരായി, സ്വഹാബത്തായി അല്ലാഹു തെരഞ്ഞെടുത്ത മഹാരഥന്മാരായ സംശുദ്ധ ഹൃദയങ്ങളുടെ കർമ്മം കൊണ്ടും വിശ്വാസം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഈ ഉമ്മത്തിന്റെ നേതാക്കന്മാരായി നമുക്ക് കാണാൻ സാധിക്കുന്നവരാകുന്നു മഹാരഥന്മാരായ സ്വഹാബത്ത്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബാ, നമ്മുടെ ഈ സഹാബിമാർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരായ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളാണ്. അഅ്മഖുഹാ ഇൽമ, ഏറ്റവും ആഴമേറിയ വിജ്ഞാനത്തിന്റെ ഉടമകൾ സഹാബത്താണ്. സഹാബത്തിനേക്കാൾ അറിവുള്ള ഒരു പണ്ഡിതൻ, സഹാബത്തിനേക്കാൾ വിവരമുള്ള ഒരു നേതാവ് ഈ മുസ്ലിം ഉമ്മത്തിൽ ഖിയാമത്ത് നാൾ വരെ വരാനില്ല എന്ന കാര്യം പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വഅഖല്ലുഹാ തകല്ലുഫൻ, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകൾ, ഏറ്റവും കുറഞ്ഞ, ഏറ്റവും നൈർമല്യമുള്ള, ഏറ്റവും ഇഖ്ലാസുള്ള, ഏറ്റവും സംശുദ്ധമായ ഹൃദയമുള്ളവരാകുന്നു സഹാബിമാർ. ഖൗമുൻ ഇഖ്താറഹുമുല്ലാഹ്, സഹാബിമാർ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആകുന്നു അവരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു അവരെ തെരഞ്ഞെടുത്തതാണ് ലിസുഹ്ബതി നബിയിഹി വനഖ്ലി ദീനിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ അവിടുത്തെ കൂടെ അനുചരന്മാരായി നിലകൊള്ളുവാനും വനഖ്ലി ദീനിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ അടുത്ത തലമുറകളിലേക്ക് കൈമാറുവാനും അല്ലാഹു ഏൽപ്പിച്ച വിശ്വസ്തരായ അല്ലാഹുവിന്റെ അടിമകളാകുന്നു സഹാബിമാർ. സഹോദരങ്ങളെ, സ്വഹാബത്തിനെതിരെ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു ആക്ഷേപം ചൊരിയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അവൻ ഇസ്ലാമിന്റെ ശത്രുവാണ്, ഇസ്ലാമിന്റെ അടിത്തറ പൊളിക്കാൻ വന്നവനാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ ദീൻ തൊട്ടടുത്ത തലമുറകളിലേക്ക് കൈമാറിയത് സഹാബത്തല്ലേ. അബൂ ഹുറൈറയും ആയിഷയും റളിയല്ലാഹു അൻഹുമ, നമ്മുടെ ഉമ്മ ആയിഷ, അതുപോലെ അബൂ ഹുറൈറ, അനസ് ഇബ്നു മാലിക്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന് തുടങ്ങി മഹാരഥന്മാരായ പണ്ഡിതന്മാരായ സഹാബിമാർ, അവരുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും അല്ലേ നമ്മുടെ ദീൻ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവരിൽ ഏതെങ്കിലും ഒരാളുടെ വിശ്വാസ്യതയെ ഒരുത്തൻ ചോദ്യം ചെയ്താൽ
നമുക്ക് മനസ്സിലാക്കാം അവൻ ദീനുൽ ഇസ്ലാമിന്റെ അടിവേരെറുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരനായ മഹാനായ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ആരെങ്കിലും ഒരുത്തൻ വിരലനക്കുകയാണ് എങ്കിൽ അവൻ ഇസ്ലാമിന്റെ ശത്രുവാണ് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടിയ സ്വർഗം കിട്ടുന്നതിനേക്കാൾ ഒരു വിശ്വാസിക്ക് പ്രാധാന്യമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുക എന്നത്. സ്വർഗത്തെക്കാൾ വലുതാണ് അള്ളാഹുവിന്റെ തൃപ്തി. അത് നേടിയിട്ടുണ്ട് എന്ന് അള്ളാഹു സർട്ടിഫൈ ചെയ്ത, അള്ളാഹു ഉറപ്പിച്ചു പറഞ്ഞിട്ടുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ മുഹാജിറുകളും അൻസാറുകളുമായി മുമ്പേ കടന്നുപോയ മഹാരഥന്മാരായ സഹാബിമാർ, ആ മുൻഗാമികളായ സഹാബത്തിനെ പിന്തുടർന്ന് പിന്നീട് കടന്നു വന്ന ബാക്കിയുള്ള സഹാബത്തും അതുപോലെ തന്നെ അഹ്ലുസ് സുന്ന വൽ ജമാഅയിലുള്ള ഓരോ മെമ്പറും റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദൂ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടതിന്റെ കാരണം എന്താണ്? വറദൂ അൻഹു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിനെ റബ്ബായി, ഇസ്ലാമിനെ ദീനായി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളുടെ മാതൃകാ പുരുഷനായ റസൂലായി തൃപ്തിപ്പെട്ട സഹാബത്ത് അവർക്കെതിരെ ആക്ഷേപം ചൊരിയാൻ, അവരുടെ വിശ്വാസതയിലും അവരുടെ സ്ഥാനത്തെയും ചോദ്യം ചെയ്യാൻ, അവരുടെ നൈർമല്യതയിൽ സംശയം ഉന്നയിക്കാൻ നമ്മൾ ആരാണ് പ്രിയമുള്ളവരെ? അല്ലാഹു അത്തരം വഴികേടുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കക്കാരുമായി ഹജ്ജിന് വേണ്ടി ഹുദൈബിയ ബൈഅത്തു റിദ്വാനിന്റെ മുമ്പ് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സംഘത്തിനു വേണ്ടി സംസാരിക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ കടന്നു പോവുകയും മക്കക്കാർ അദ്ദേഹത്തെ പിടിച്ചു വെക്കുകയും ചെയ്ത സന്ദർഭം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി, ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മരത്തിന്റെ വലിയൊരു മരച്ചുവട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾക്ക് മുകളിൽ കരങ്ങൾ വെച്ച് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ, തങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഈ ദീനിനെ സഹായിക്കുമെന്ന് കരാർ എഴുതിയ മഹാരഥന്മാരായ സഹാബത്തിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? അല്ലാഹു പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, ആ മരച്ചുവട്ടിൽ വെച്ച് തങ്ങളുടെ കൈപിടിച്ച് കരാർ എഴുതിയ മഹാരഥന്മാരായ സഹാബത്തിനെ ഇതാ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ഇഷ്ടപ്പെടുന്ന, അല്ലാഹു തൃപ്തിപ്പെട്ട സഹാബത്തിനെതിരെ ആക്ഷേപം ചൊരിയാൻ എങ്ങനെ ഒരു വിശ്വാസിക്ക് സാധിക്കും പ്രിയമുള്ളവരെ? അത്തരം ആളുകളോട് സംസാരിക്കാൻ തന്നെ, അത്തരം ആളുകളോട് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇടപഴകാൻ തന്നെ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നരകത്തിന്റെ ആളാണ് എന്ന് വിളിച്ചു പറയുന്ന മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പവിത്രതയെ ചോദ്യം ചെയ്യുന്ന ശീഈകൾ അടക്കമുള്ള നേതാക്കന്മാരെ ഇസ്ലാമിന്റെ നേതാക്കന്മാരായി കാണാൻ എങ്ങനെയാണ് ഒരു മുഅ്മിനിന്, ഒരു വിശ്വാസിക്ക് സാധിക്കുക? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ പിന്തുടരുക എന്നതാണ് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, ഫഇൻ ആമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി, സഹാബിമാരെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗത്തിലായിട്ടുണ്ട്. വഇൻ തവല്ലൗ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു കളഞ്ഞാലോ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ ഭിന്നിച്ച് വഴികേടിലായി പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലേ? അതല്ലേ റബ്ബ് പറഞ്ഞത്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും, സഹാബത്തിനെ പിന്തുടർന്നവർ, അവർക്കാകുന്ന വിജയവും അള്ളാഹുവിന്റെ തൃപ്തിയും കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ ഏറ്റവും വലിയ അടയാളം, അല്ലെങ്കിൽ ഒരാൾ ഹിദായത്തിന്റെ മാർഗത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ അടയാളം എന്താണ്? അവൻ സ്വഹാബിമാരുടെ മാർഗത്തിലാണോ എന്ന് പരിശോധിക്കലാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ആണോ അവൻ മനസ്സിലാക്കിയത് എന്ന പരിശോധന, എന്ന മാനദണ്ഡമാണ് എല്ലാ കാലഘട്ടത്തിലും ഹക്കിന്റെയും ബാത്തിലിന്റെയും ആളുകളെ വേർതിരിക്കാൻ ഉലമാക്കളും പണ്ഡിതന്മാരും ഉപയോഗിച്ചു വന്നിട്ടുള്ളത്.
അത് തന്നെ മതി സ്വഹാബത്തിന്റെ സ്ഥാനവും അവരുടെ മഹനീയതയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, സ്വഹാബത്ത് ഈ ഉമ്മത്തിന്റെ സംരക്ഷണ കവാടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ, അൻ-നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ ആകാശത്തിന് സംരക്ഷണമാണ്. അതായത് ആകാശത്ത് നക്ഷത്രങ്ങൾ നഷ്ടമായാൽ ഖിയാമത്ത് നാൾ വരും, ആകാശം തകർന്നു വീഴും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ ദഹബത്തിൻ നുജൂം അതസ്സമാഉ മാ തുഅദ്, നക്ഷത്രങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട നാശം, അതിന്റെ അന്ത്യം അടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന അമനത്തുൽ ലി അസ്ഹാബി, ഞാനാകുന്ന അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വഅന അമനത്തുൽ ലി അസ്ഹാബി, ഞാൻ എൻ്റെ സഹാബത്തിന്റെ സംരക്ഷണമാണ്, സുരക്ഷയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം സഹാബത്തിന് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അതിന്റെ അർത്ഥം സഹാബിമാരെ ഒരു കടുക് മണിയോളം ആക്ഷേപിക്കാൻ നമുക്ക് പറ്റുമെന്നാണോ? ഒരിക്കലും പറ്റുകയില്ല. അത് നമ്മൾ വേറെ ചരിത്രം അഹ്ലുസുന്നയുടെ മാർഗത്തിൽ പഠിക്കുമ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ വഫാത്തായാൽ എന്റെ സഹാബത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ചില ചിത്രതകളും പ്രയാസങ്ങളും ഒക്കെ അവർക്ക് വന്നു ചേരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിക്കുന്നു. വഅസ്ഹാബി അമനത്തുൽ ലി ഉമ്മതി, എന്റെ അനുചരന്മാർ, എന്റെ സഹാബത്ത് ഈ ഉമ്മത്തിന്റെ സംരക്ഷണമാണ്, ഈ ഉമ്മത്തിന്റെ അമാനത്താണ്, സുരക്ഷയാണ്. ആ സഹാബിമാർ ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ, സഹാബത്ത് നഷ്ടമായാൽ, അവർ മരണമടഞ്ഞ് വഫാത്തായി സഹാബിമാരൊക്കെ നീങ്ങിപ്പോയാൽ എന്റെ ഉമ്മത്തിന് വലിയ നഷ്ടങ്ങളും കുഴപ്പങ്ങളും ഫിത്നകളും ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ഒരാൾ ഹക്കിലേക്ക് ചേർന്ന് നിൽക്കണമെങ്കിൽ അയാളുടെ ഹൃദയത്തിലും പ്രവൃത്തിയിലും കർമ്മങ്ങളിലും വിശ്വാസാചാര അനുഷ്ഠാനങ്ങളിൽ സ്വഹാബത്തുണ്ടായിരിക്കണം. അവന്റെ മുന്നിൽ മാതൃകയായി സ്വഹാബിമാരുണ്ടായിരിക്കണം. അപ്പോഴാണ് അവനെ ഫിത്നകളും കുഴപ്പങ്ങളും ബാധിക്കാതിരിക്കുക. ഒരുത്തന്റെ മനസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വഹാബിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം അവന്റെ മനസ്സിൽ പൊട്ടിമുളച്ചാൽ അന്ന് മുതൽ അവന്റെ ദീനിന്റെ, അവന്റെ ഇസ്ലാമിന്റെ നാശം തുടങ്ങിയെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന നിയമമാണ്. 1400 വർഷമായി എല്ലാ തലമുറകളിലും അഹ്ലുസുന്ന കൊണ്ടു നടക്കുന്ന അടിസ്ഥാന കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫമൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങൾ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം ഭിന്നതകൾ നിങ്ങൾ കാണും. എന്താണ് പരിഹാരം? എന്താണ് പരിഹാരം? ആരാണ് കൂടുതൽ നന്നായി യുദ്ധം ചെയ്യുന്നത് എന്ന് നോക്കലാണോ പരിഹാരം? അതല്ലെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പോരടിക്കുന്നത് എന്നതാണോ മാനദണ്ഡം? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ അനുധാവനം ചെയ്യുക. വസുന്നത ഖുലഫാഇ അർ-റാഷിദീൻ അൽ-മഹ്ദിയീൻ, സന്മാർഗജാരികളായ അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനിനെയും അലിയിനെയും മുആവിയ ഇബ്നു അബി സുഫിയാനിനെയും അബൂ ഹുറൈറയെയും നിങ്ങൾ പിന്തുടരുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുകയാണ്. അതാണ് ഹഖിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗം, അതാണ് സ്വർഗത്തിന്റെ വഴി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാതെ സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന, സഹാബത്തിന്റെ പേരെഴുതിയ കടലാസുകളിൽ തുപ്പിവെക്കുന്ന വൃത്തികെട്ട ആളുകളാണോ പ്രിയമുള്ളവരെ നമ്മൾ ഇസ്ലാമിന്റെ രക്ഷകരായി മാതൃകയായി കാണേണ്ടത്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിമാരെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും എമ്പാടും വന്നിട്ടുണ്ട്. അവിടെ മാത്രമല്ല, മുൻകഴിഞ്ഞ വേദങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും വരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മദ്ഹുകൾ, അവരുടെ പോരിശകൾ വന്നത് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടില്ലേ? മുഹമ്മദുൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലദീന മഅഹ്, അവിടുത്തെ കൂടെ സഞ്ചരിക്കുന്ന സഹാബത്ത്, അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് ശിദ്ദത്തോടെ കാഠിന്യത്തോടെ നിലകൊള്ളുന്നവർ, റുഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യത്തോടുകൂടി പെരുമാറുന്നവർ, തറാഹും റുക്അൻ സുജ്ജദാ, സുജൂദിലും റുകൂഇലുമായി കൊണ്ട് ആ സഹാബത്തിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
സീമാഹും ഫീ വുജൂഹി യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ് വറിദ്വാന. അല്ലാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ ഫദ്ലും ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന സഹാബത്തിനെ നിനക്ക് കാണാൻ സാധിക്കും. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. അവരുടെ അടയാളം അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാം സുജൂദിന്റെ അടയാളം എന്ന് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത് ഇൻജീലിൽ അല്ലാഹു പറഞ്ഞ ഉദാഹരണമാണ്. അത് അല്ലാഹു ഖുർആനിലേക്ക് എടുത്ത് ഉദ്ധരിക്കുകയാണ്. വീണ്ടും അല്ലാഹു പറഞ്ഞു തൗറാത്തിൽ അവരുടെ ഉദാഹരണം അതൊരു വിളവ് പോലെയാണ്. ഒരാൾ കൃഷി ചെയ്തു, അതിന്റെ വിളവിൽ അതിന്റെ നാമ്പ് പൊട്ടി, അതിൽ ധാരാളം വിളവുകൾ ഉണ്ടായി. കർഷകൻ പോലും അതിന്റെ ഒരു റിസൾട്ട് കണ്ട് അത്ഭുതപ്പെട്ടു. ശത്രുക്കൾ അവരെ കണ്ട് അവരുടെ ശക്തിയും അവരുടെ ദീനിനു വേണ്ടിയുള്ള ഐക്യവും ദീനിനു വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന സഹാബത്തിന്റെ പടയെ കണ്ട് ശത്രുക്കൾ പോലും അസൂയയോടെ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കും എന്നത് തൗറാത്തിൽ അള്ളാഹു സഹാബത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അതാണ് സഹാബിമാർ. ആ സഹാബിമാരെ ആക്ഷേപിക്കാൻ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ മുഹാജിറുകളെ കുറിച്ച്, ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാകുന്നു സത്യസന്ധന്മാർ. അള്ളാഹുവിനോട് സത്യസന്ധത കാണിച്ചവർ, അള്ളാഹുവിന്റെ ദീനിനോട് സത്യസന്ധത കാണിച്ചവർ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യസന്ധത കാണിച്ചവർ. ആ സഹാബിമാർ അവരെ എങ്ങനെ ആക്ഷേപിക്കാൻ സാധിക്കും? അള്ളാഹു പറഞ്ഞില്ലേ അൻസാരികളെ കുറിച്ച്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, തങ്ങളുടെ സ്വത്തും സമ്പത്തും എല്ലാം പകുത്ത് തങ്ങളിലേക്ക് കടന്നു വരുന്ന മുഹാജിറുകൾക്ക് വീതം വെച്ച് കൊടുത്ത മഹാന്മാരായ അൻസാരികൾ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയം വരിച്ചവർ. അള്ളാഹുവിങ്കൽ സത്യസന്ധരാണ് എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയ, അള്ളാഹു വിജയികളാണ് എന്ന് പറഞ്ഞ സഹാബത്തിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം പറയാൻ എങ്ങനെയാണ് ഒരാൾക്ക് സാധിക്കുക? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹാബത്തിന് ശേഷം വന്ന ആളുകൾ, അവരെ പിന്തുടർന്ന ആളുകൾക്ക് പോലും വലിയ മഹത്വമല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. ഈ സഹാബത്തിന് ശേഷം കടന്നു വന്ന മുഅ്മിനീങ്ങൾ അവരുടെ സ്വഭാവം എന്താണ്? അവർ ഈ ദീനിനോട് വഞ്ചന കാണിക്കുന്നവരല്ല. അവർ ഈ ദീനിന്റെ മുൻഗാമികളായ സഹാബത്തിനെ ചതിക്കുന്നവരല്ല. മറിച്ച് അവർ പറയും റബ്ബന ഇഗ്ഫിർ ലനാ, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, വിശ്വാസം കൊണ്ട് ഈമാൻ കൊണ്ട് ഞങ്ങളുടെ മുന്നേ കടന്നുപോയ അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സഹാബത്ത്, അതുപോലെയുള്ള മുൻഗാമികൾ, അവർക്ക് വേണ്ടിയും അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. അതല്ലാതെ ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ജൂതന്റെയും ഷീഈ ചാനലുകളുടെയും ചരിത്രം വായിച്ചു വന്നിട്ട് ചരിത്രം പഠിക്കണം, മുആവിയ ശരിയല്ല, ഉസ്മാൻ ശരിയല്ല റളിയല്ലാഹു അൻഹും, അബൂബക്കർ സിദ്ദീഖ് ശരിയല്ല എന്നൊക്കെ എഴുതി വിടുന്നവർ, അവർ വായിച്ചിട്ടുള്ള ചരിത്രം ഇസ്നാദില്ലാത്ത സനദില്ലാത്ത ജൂതനും ഷിയാക്കളും എഴുതി വെച്ച കളവുകളാണ് എന്ന കാര്യം പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. എല്ലാവരും എഴുതി വെക്കണം, ചരിത്രം പഠിക്കണം. മുആവിയ ശരിയില്ല, യസീദ് ശരിയല്ല, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പടപുറപ്പെട്ടതാണ് കാരണം എന്നൊക്കെ പറഞ്ഞ് ജൂതന്റെ ചരിത്രം വായിച്ചിട്ട് വലിയ ചരിത്രത്തിന്റെ ആളുകളെ നടിക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ്, ദീൻ എന്ന് പറഞ്ഞാൽ അത് ചെയിനാണ്, ഇസ്നാദിലൂടെയാണ്. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാ, സനദില്ല എങ്കിൽ, ചെയിനില്ല എങ്കിൽ ആർക്കും എന്തും പറയാം. ചരിത്ര പുസ്തകങ്ങളിൽ ആരോ എന്തോ എഴുതി വെച്ചത് വായിച്ചു വന്നിട്ട് ഇസ്ലാമിനെയും സഹാബത്തിനെയും ആക്ഷേപിക്കുകയോ? അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരക്കാരോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഇസ്നാദ് കൊണ്ടുവരൂ. വിശ്വസിക്കാൻ പറ്റിയ ഒരു ചരട്, ഒരു സനദ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ഇന്ന് ഏറ്റവും ആക്ഷേപത്തിന് അർഹനായിട്ടുള്ള മഹാനായ മുആവിയ ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മിന്റെ പുത്രനായിട്ടുള്ള, പിതൃപുത്രനായിട്ടുള്ള മുആവിയ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനിന്റെ വഹി എഴുതാൻ ഏൽപ്പിച്ച മുആവിയ റളിയല്ലാഹു അൻഹു, ആ സഹാബിയാണ് ഇന്ന് ആക്ഷേപിക്കുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രം പഠിച്ചിട്ടില്ല എന്നതാണ് പ്രശ്നം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരുത്തിന് സഹാബത്തിനെ ആക്ഷേപിക്കാൻ സാധിക്കുക? അലി റളിയല്ലാഹു അൻഹുവിനാണ് ആദ്യം ഭരണം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് പലരും ആക്ഷേപം ഉന്നയിക്കുന്നത്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണോ ആക്ഷേപിക്കേണ്ടത്? അസ്വഹ്ബത്തു യാ റസൂലല്ലാഹ്, ഹിജ്റയുടെ തലേരാത്രി അബൂലഹബിന്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം വാൾ ചുഴറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് മണൽ വാരി വിതറി. നേരെ റസൂലുള്ള നടന്നത് എങ്ങോട്ടാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് റളിയല്ലാഹു അൻഹു. വാതിൽ മുട്ടി, ഇതാ അല്ലാഹു ഹിജ്റക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞൊരു വാക്കുണ്ട്, അസ്വഹ്ബത്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞാനും നിങ്ങളുടെ കൂടെ വരട്ടെ. ഖൗറിന്റെ ഇരുട്ടറകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷീണിച്ചുറങ്ങുമ്പോൾ ഉറങ്ങാതെ കണ്ണു തുറന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കാവലിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹു മൂന്നാമനായി കൂടെയുണ്ട് എന്ന് അല്ലാഹു സാക്ഷ്യം പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ആ സഹാബിയെ ആക്ഷേപിക്കാൻ നമുക്ക് സാധിക്കുക? ഉമർ ഇബ്നു ഖത്താബിനെയാണോ ആക്ഷേപിക്കേണ്ടത് നിങ്ങൾക്ക്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമർ ഉണ്ടല്ലോ, ഈ ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ശൈത്താൻ ആ വഴിയിലൂടെ വരികയില്ല, ശൈത്താൻ ഓടിപ്പോകും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുൻകഴിഞ്ഞ തലമുറകളിൽ അല്ലാഹു ഇൽഹാം ഇട്ടുകൊടുക്കുന്ന, പ്രത്യേകം സന്ദേശം ഇട്ടുകൊടുക്കുന്ന മഹാരഥന്മാരായ ഔലിയാക്കൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഉമ്മത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഉമർ ഇബ്നു ഖത്താബാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം പറഞ്ഞ ഉമർ ഇബ്നു ഖത്താബിനെ ആക്ഷേപിക്കാൻ ആർക്കാണ് സാധിക്കുക? പ്രിയമുള്ളവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെയാണോ ഈ ആളുകൾ തങ്ങളുടെ പേനയുണ്ടുകയും നാവാടുകയും ചെയ്യുന്നത്? ആരാണ് ഉസ്മാൻ? യസ്തഹീ മിൻഹുൽ മലായിക. ഈ ഉസ്മാൻ ഉണ്ടല്ലോ, ഈ ഉസ്മാനിനെ തൊട്ട് മലക്കുകൾ പോലും ലജ്ജിക്കുന്നു. അത്രയേറെ ലജ്ജ കാണിക്കുന്ന സൽസ്വഭാവത്തിന്റെ ഉടമയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 1000 ദീനാറുകൾ റസൂലുള്ളാഹിയുടെ മടിത്തട്ടിലേക്ക് കുടഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തപ്പോ ആ പണം എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്മാൻ, ഈ ഒരു സൽക്കർമ്മത്തിന് ശേഷം നിനക്ക് ഇനി ഒന്നിനെയും പേടിക്കാനില്ല, അള്ളാഹുവിൽ നിനക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉറപ്പായിട്ടുണ്ട് എന്ന്. ആ ഉസ്മാനെയാണ് നമ്മൾ ആക്ഷേപിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യനായ അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഇബ്നു അമ്മി റസൂലില്ലാഹ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു തന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്ത റസൂലുള്ളാഹിയുടെ മരുമകനെയാണ് നമ്മൾ ആക്ഷേപിക്കേണ്ടത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. ഏത് സഹാബിയെയാണ് നിങ്ങൾക്ക് ആക്ഷേപിക്കാൻ സാധിക്കുക? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയുമോ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് കാണിച്ച സ്നേഹം അതെങ്ങനെയാണ്? അവിടുന്ന് പറഞ്ഞു, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ. അല്ലാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സമ്പത്തിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നത് പോലെ നാവ് കൊണ്ടുള്ള ഒരു പറച്ചിലല്ല അത്. സ്വഹാബത്തിന്റെ പറച്ചിൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സത്യസന്ധമായ ഒരു വാക്ക് പറയണ്ടാവില്ല. അല്ലാഹു ആ ഒരു ദർജയിലേക്ക് നമ്മൾ ഉയർത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, വമിനൽ മാഇൽ ബാരിദി അല ദമ, ദാഹപരവശനായിരിക്കുന്നവന് തണുത്ത ഒരു വെള്ളം കൊണ്ടു കൊടുത്താൽ അവന് ആ വെള്ളത്തോട് എത്ര ആഗ്രഹം, ഇഷ്ടമുണ്ടാവും. അതിനേക്കാൾ ഇഷ്ടമാണ് എനിക്ക് എന്റെ റസൂലിനോട് എന്ന് പറഞ്ഞ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് അവരെ നമുക്ക് ആക്ഷേപിക്കാൻ സാധിക്കുക? അംർ ഇബ്നു ആസ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഈ ശീഈ ചരിത്രം പഠിച്ചു വന്ന ഈ വിഡ്ഢികൾ അവർ ആക്ഷേപിക്കുന്ന മറ്റൊരു പേരാണ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. എന്താണ് പറഞ്ഞതെന്ന് അറിയുമോ? വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹ്. നിങ്ങൾ ബേജാറാണ്, ഇയാൾ എന്താ വിഡ്ഢി എന്നൊക്കെ വിളിക്കുന്നത്? സഹാബത്തിനെ ചീത്ത വിളിച്ചവൻ, അവന് ബുദ്ധിയില്ല. ബുദ്ധിയുള്ളവർക്ക് സാധിക്കുന്ന പണിയല്ല സഹോദരങ്ങളെ. വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹ് വലാ അജല്ല ഫീ ഐനി മിൻ. എന്താ പറഞ്ഞെന്നറിയോ? എന്റെ കണ്ണുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി ശരിയായി നോക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് നബിയുടെ വിശേഷണം, അതായത് നബിയുടെ കാഴ്ചയിൽ നബി എങ്ങനെയാണ്, അവിടുത്തെ ഭംഗി എന്താണ് എന്ന് വിവരിക്കാൻ പറഞ്ഞപ്പോൾ കൊടുത്ത മറുപടിയാണ്, എനിക്ക് റസൂലുള്ളാഹിയെ ശരിക്കും നോക്കാൻ പോലും പറ്റിയിരുന്നില്ല അവിടുത്തോടുള്ള ബഹുമാനാദരവ് കാരണത്താൽ. റസൂലുള്ളാഹിയുടെ മുഖം നോക്കുമ്പോൾ തന്നെ
എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. അവിടുത്തെ ശരീരവും അവിടുത്തെ ആകാര വടിവും എനിക്ക് നോക്കിയളക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ സഹാബി എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് കളവുകൾ എഴുതിവിടാൻ നമുക്ക് സാധിക്കുക? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളെ, സ്വഹാബത്തിന് ദീനിലുള്ള സ്ഥാനം അത് നമ്മൾ തിരിച്ചറിയുകയും ലോകം മുഴുവനും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട പ്രത്യേകമായ സവിശേഷമായ സമയമാണിത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു അഹദൻ മിൻ അസ്ഹാബി. എൻ്റെ സഹാബിമാരിലെ ഒരാളെ പോലും നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല. ഫഇന്ന അഹദകും ലൗ അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ. നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം സമ്പത്ത് ചെലവഴിച്ചാൽ, ഉഹദ് മല കണ്ടവർക്കറിയാം അല്ലേ, ഉഹദ് മലയോളം സമ്പത്ത് നിങ്ങൾ ചെലവഴിച്ചാലും മാ അദ്റക മുദ്ദ അഹദിഹിം വലാ നസീഫ. എൻ്റെ സഹാബിമാർ ചെലവഴിച്ച ഒരു മുദ്ദ് എത്ര കുറച്ചാണ്, ആ മുദ്ദിന്റെ എത്ര പോലും പ്രതിഫലം നിങ്ങൾ ഉഹദ് മലേന്റെ അത്ര സ്വർണം ചെലവഴിച്ചാൽ കിട്ടൂല. വലാ നസീഫ. സഹാബിമാർ മുദ്ദ് പോകട്ടെ, നിസ്ഫു മുദ്ദ്, ഒരു മുദ്ദിന്റെ പകുതി ചെലവഴിച്ച പ്രതിഫലം കിട്ടോ? അതും കിട്ടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമാത്രം സ്വിദ്ഖോടെ ഈ ദീനിനു വേണ്ടി നിലകൊണ്ടവരാണ്, അത്രമാത്രം ഇഖ്ലാസ് ഉള്ളവരാണ് സഹാബത്ത് എന്ന് നമ്മൾ തിരിച്ചറിയുക. നിങ്ങൾക്കറിയുമോ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ചിലർ വന്നിട്ട് പരാതി പറഞ്ഞു, ഉമ്മ ഇതാ അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ ചിലരിതാ ആക്ഷേപം ചെയ്യുകയാണ്, അവരെ പരിഹസിക്കുകയാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? വമാ തഅജബൂന മിൻ ഹാദാ. നിങ്ങൾ ഇത് കേട്ടിട്ട് അത്ഭുതപ്പെടുകയാണോ? നിങ്ങൾ ഇത് കേട്ടിട്ട് അത്ഭുതപ്പെടുകയാണോ? ഇൻഖതഅ അൻഹുൽ അമൽ. അവർ വഫാത്തായി, അവരുടെ അമലുകൾ നിന്നുപോയി. പക്ഷേ ഫഅഹബ്ബല്ലാഹു അൻ ലാ യൻഖതഅ അൻഹുൽ അജ്ർ. എന്നാൽ അവരുടെ പ്രതിഫലം മുറിയാതിരിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെട്ടു. സഹാബിമാരും മരിച്ചവരെ അമൽ തീർന്നു പോയി. പക്ഷേ അവരെ ആക്ഷേപിക്കുന്ന ആളുകളിലൂടെ, അവരെ വേദനിപ്പിക്കുന്ന, അവരെ ഉപദ്രവിക്കുന്ന ആളുകളിലൂടെ അല്ലാഹു അവരുടെ പ്രതിഫലം ജാരിയായി നിലനിർത്താൻ ഇഷ്ടപ്പെട്ടുവെന്ന് ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടുന്ന് മടങ്ങി പോവുക. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. ഈമാനിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അൻസാരികളോടുള്ള സ്നേഹമാണ്. വആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. നിഫാഖിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ അൻസാരികളായ സഹാബിമാരോടുള്ള വെറുപ്പാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യബ്ഗദുൽ അൻസാറ റജുലുൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അൻസാരികളോട് വെറുപ്പ് കാണിക്കുകയില്ല. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർക്കെതിരെ ഒരു വിരലനക്കാൻ, ഒരു അക്ഷരം എഴുതാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, സഹാബത്തിനെ കുറിച്ചുള്ള ശരിയായ ധാരണകൾ കൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു വഹുവൽ ഗഫൂറുർ റഹീം.